ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷ്വൽ മീഡിയ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ജാമാണ് ഉണ്ടാക്കുന്നത്. ഈ ജാം ഉണ്ടാക്കുന്നത് ജാതിക്ക കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിവിടെ 4 ജാതിക്കയാണ് എടുത്തിരിക്കുന്നത്. ഈ 4 ജാതിക്കയുടെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനായി കുക്കറിൽ അല്പം വെള്ളമെടുത്ത് വേവിക്കാൻ വെക്കുക. വേവിക്കാൻ ഒരു 5-10 മിനിറ്റൊക്കെ ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ജാതിക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ അല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായി നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത ജാതിക്ക ജ്യൂസാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം പഞ്ചസാര മധുരത്തിൻ്റെ അനുസരിച്ച് വേണം ചേർക്കാൻ. ഫുഡ് കളർ ഇതിനകത്ത് നിർബന്ധമുള്ള ഒരു ഐറ്റം അല്ല. നമുക്കിനിയും സ്റ്റൗ കത്തിച്ച് ഈ അരച്ച് വച്ചിരിക്കുന്ന ജാതിക്ക ജ്യൂസ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ജാതിക്ക ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു അല്പം വെള്ളം കൂടി വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുക എന്നുള്ളത് നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കുക. ഇനി നമുക്കൊരു അല്പം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും നല്ല നാച്ചുറലായിട്ടുള്ള കളർ കിട്ടും. അതുകൊണ്ട് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചേർക്കണമെന്നില്ല. ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഏകദേശം നന്നായി കുറുകിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ജാമിൻ്റെ രൂപത്തിൽ ഇത് കിട്ടുകയുള്ളൂ. അതല്ലാതെ ജലാംശം കിടന്നു കഴിഞ്ഞാൽ ഒരു ലൂസായിട്ട് തന്നെ കിടക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒന്നാം ഘട്ടമായിട്ടുള്ള തിള വന്നിട്ടുണ്ട്. ഇതൊന്നും ആയില്ല. ഇനി ഇത് നന്നായി കുറുകി വറ്റി വരണം. നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു അല്പം ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി വറ്റിച്ചെടുക്കണം. ഒന്നും ആയിട്ടില്ല, കുറച്ചുകൂടി ഇത് വറ്റും. ഇപ്പോഴും ഒരു അയഞ്ഞ പരുവത്തിൽ തന്നെയാണ്. ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് കൂടിയൊക്കെ ഇളക്കേണ്ടി വരും. ഓക്കെ, നന്നായി ഇളക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. ഇനി ഒരു 2 മണിക്കൂർ നമ്മളിത് അടച്ചു വെക്കുക ചൂടാറാൻ വേണ്ടി. ഇതിപ്പോൾ കറക്റ്റ് ജാമിൻ്റെ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ്. ഞാൻ നിങ്ങളിത് എടുത്ത് കാണിക്കാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.